never thought in my life that I would have to do something like this as part of content. ഒടുക്കത്തെ ഹോണാണ് ഈ വണ്ടിക്ക്. സമയം നോക്കാണ് എന്താണ് സംഭവം, ഒരാൾക്ക് ഒരു പിടി കിട്ടുന്നില്ലല്ലോ എന്നുള്ളതാണ്. നമ്മൾ മാക്സിമം ഓട്ടോക്കാരെ റെസ്പെക്ട് ചെയ്യുക, കാരണം ഇത് ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. ഞാൻ കാണാൻ പോകുന്ന പൂരം കണ്ടറിയാം. ഓടിച്ച് പഠിപ്പിച്ചത് കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം ഒരു പിടിയുണ്ട്. ചെക്ക് എഞ്ചിൻ ലൈറ്റ്, ഈ പറഞ്ഞ പരിപാടികളൊക്കെ ഓക്കെ. ലെറ്റ്സ് ഗോ. എൻ്റെ ഒരു വൺ ഓഫ് ദ ഫസ്റ്റ് ടൈമാണ് ഈ പറയുന്ന സംഭവം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. ഓക്കെ. ഏകദേശം സംഭവം പിടി കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണെന്നുള്ളത് ഇനി പോയി വരുമ്പോഴത്തേക്കും അറിയാം. Not gonna lie, this is kind of fun though. It's a pretty fun thing to ride. അത് പറയാതിരിക്കാൻ വയ്യ. സോ ഏകദേശം ഓടിച്ച് ശീലം വന്നിട്ടുണ്ട്. ലെറ്റ്സ് സീ ഹൗ ദാറ്റ് ഗോസ്. ഇതിന്റെ ഫോൺ എവിടെയാണെന്നുള്ളത് അറിയണമല്ലോ. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒടുക്കത്തെ ഹോണാണ് ഈ വണ്ടിക്ക്. സംഭവം 1.5 ആണ്, 1.5. കാലെപ്പോഴും ഇവിടെ കൈ വെച്ചേക്കണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. നമസ്കാരം. ആൾക്കാർ നോക്കാണ് എന്താണ് സംഭവം, ഒരാൾക്ക് ഒരു പിടി കിട്ടുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇൻഡിക്കേറ്റർ സ്വിച്ചസ് ഒക്കെ ഇവിടെയാണ്. ഓക്കെ, ഇനി ആകെയുള്ള സീൻ എന്ന് പറഞ്ഞാൽ ഈ മിറേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു വർക്കിംഗ് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതിന് ഇവിടെ നിന്ന് എങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ ഒന്നും കൂടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, നോട്ട് ടു ബാഡ്, നോട്ട് ടു ബാഡ്. റിലേറ്റീവ്ലി സിമ്പിൾ, ഈസിയാണ് സംഭവം. പണ്ടത്തെ ഈ വെസ്പൊക്കെ ഓടിക്കാൻ അറിയാമെന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സംഭവം കുറച്ചും കൂടി എളുപ്പമാണ്. സർപ്രൈസ് ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സമയം ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച പോലെയാണ് നമ്മൾ ഇന്ന് ഉള്ളത്. എന്താണ് ആമിക്കും. അപ്പം നമ്മൾ ഇതുപോലെ എപ്പോഴും വീക്കെൻഡ്സ് ആകുമ്പോഴത്തേക്കും പോകുന്ന ഒരു പരിപാടി ഉണ്ട് നമുക്ക്. യൂഷ്വലി ഞങ്ങളിങ്ങനെ വീക്കെൻഡ്സ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ട്രിപ്പിന് ഇങ്ങനെ പോകും, ഡിന്നർ കഴിക്കാനോ അങ്ങനെ മറ്റു വിമർശമൊക്കെ ആയിട്ട്. സോ ഞാൻ എന്താണ് കുറച്ചു മുന്നേ അവരെ വിളിച്ചായിരുന്നു ഫ്രീ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾ കുളിക്കുകയാണ്, മറ്റാൾ റെഡി ആണെന്ന് പറഞ്ഞു. ഓബിയസ്ലി നമ്മൾ സാധാരണ പോകുമ്പോൾ നോക്കില്ല, നമ്മൾ ക്യാബിനായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്തായിരിക്കും പോവാറ്. അപ്പോൾ ഇന്ന് അവർ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ ഇന്ന് ഓട്ടോയിലായിരിക്കും വരിക എന്നുള്ളത്. മനസ്സിലായില്ലേ? ആൾക്കാർ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. മെട്രോ സ്റ്റേഷൻ അടിയില്ലേ ആൾക്കാർ ചോദിക്കുന്നതുപോലെ ഹലോ നമസ്കാരം സുഖല്ലേ? അയ്യോ ഓക്കെ. അറിയുന്ന ആൾക്കാരൊക്കെ നമ്മളെ ഹായ് പറയുവാണ്. ആൾക്കാർക്ക് ഹായ് പോലും പറയാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ബിക്കോസ് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ മാക്സിമം ഓട്ടോക്കാരെ റെസ്പെക്ട് ചെയ്യുക, കാരണം ഇത് ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. ഞാൻ എത്ര നാൾ വിചാരിക്കുന്നത് സംഭവം ഈസി ആയിരിക്കുമല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ എളുപ്പം ഒന്നും അല്ല ഇത്. എന്താണ് ഞാൻ വേർക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. Unbelievable. I never thought in my life that I would have to do something like this as part of content, but here we are. And indicator off ചെയ്യണത് തന്നാലും ഓഫ് ആവില്ലല്ലോ. സോ ഇതൊരു എന്താണ് എൻ്റെ അടുത്ത് ആദ്യം അങ്കിള് പറഞ്ഞത്, നീ പറ്റുന്നത്രം വെട്ടിക്കാതിരിക്കുക, കാരണം അത് ഭയങ്കര സെൻസിറ്റീവാണ്.
ഇതിന്റെ ഓരോ മൂവ്മെന്റ്സും. എനിക്ക് അപ്ഷിഫ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല, കാരണം ഇറ്റ് സീംസ് പ്രീ റീസണബിൾ ടു ഡു ദാറ്റ്. റീസണബിൾ ആണ്, ഇറ്റ്സ് ഈസിയർ, റിലേറ്റീവ്ലി ഈസിയർ ആണ് ഈ പറയുന്ന ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഒബിയസ്ലി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ടാസ്ക് വരിക. ഓക്കെ, ദേ ആർ നോട്ട് സ്റ്റോപ്പിംഗ് എനിവെയർ ഹിയർ. നമ്മൾ സേഫ് ആയിട്ടാണ് മാക്സിമം പോകുന്നത് കേട്ടോ, കാരണം ലെറ്റ്സ് ഗോ. ആൾക്കാരൊക്കെ പുറകിൽ നിന്ന് ഓൺ അടിക്കുന്നുണ്ട്. ഐ എം ടു worried to go fast. I'm on the left lane. കാക്കനാട് എത്തുന്നതിന് മുന്നേ നമുക്ക് ഡീസൽ അടിക്കണം എന്തായാലും. അപ്പോൾ ഡീസൽ അടിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നമുക്ക് നോക്കാം. പക്ഷേ അപ്പോൾ അങ്കിള് പറഞ്ഞ സംഭവം, പുള്ളി പറഞ്ഞതുപോലെ മാക്സിമം പറ്റുന്ന അത്ര വെട്ടിക്കാതെ നോക്കുക വണ്ടി. കാരണം വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്താണ് വണ്ടി മറയാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ലെറ്റ്സ് സീ ഹൗ ദാറ്റ് ഗോസ്. ലെറ്റ്സ് മേക്ക് ഷുവർ വി ആർ സേഫ് and sound and all that, right? And yeah, this would be pretty interesting for me, for everyone to watch also. കാരണം നിങ്ങൾ എന്താണ് കാണുന്ന പ്രേക്ഷകർ ഒരിക്കലും ഒരു ഫ്രഞ്ചുകാരനായിട്ട് തന്നെ കാണരുത്, പക്ഷെ അത് ആണ്. I can't change that, right? So okay, as long as okay, ഓണിന് എഫക്റ്റ് ഉള്ള കാരണം പീസ്ഫുൾ ആണ്, if you know what I mean. So yeah, neutral. All right, then it's pretty simple to do, but ഈ ഒരു പീക്ക് ഔട്ട് ട്രാഫിക് ഉള്ളതാണ് ഏറ്റവും ഒരു ചൂസ് ചെയ്ത ടൈം. എപ്പോഴും നേരത്തെ പോയത് നന്നായി, കാരണം അല്ലെങ്കിൽ ഡിന്നറിനുള്ള സമയത്തിന് അവിടെ എത്തത്തില്ല, if you know what I mean. Okay, ആൾക്കാർ വിചാരിക്കണം എന്തിനും മാന്യനാണ്, എല്ലാവർക്കും സ്ഥലം വഴിയൊക്കെ കൊടുക്കുന്നു. നിങ്ങളിപ്പോൾ ഈ ആംഗിളിൽ നോക്കുമ്പോഴത്തേക്കും തന്നെ യു കൻ അണ്ടർസ്റ്റാൻഡ്. കുറച്ച് കിലോമീറ്റർ ആയി കഴിയുമ്പോഴത്തേക്കും ഐ തിങ്ക് പറ്റേണ്ടതാണ്. സോ ഇതിൻ്റെ ലീഗൽ കംപ്ലൈൻസ് ഞാൻ പറഞ്ഞുതരാം. ഓട്ടോ ഓടിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു 2 വീലർ ലൈസൻസ്, 4 വീലർ ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് വണ്ടി ഓടിക്കാം. പേഴ്സണൽ ഓട്ടം, അതായത് പേഴ്സണൽ റീസൺസിൽ നമ്മൾ ഓടുന്നതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഓടിക്കാൻ പറ്റുന്നത്. ഓട്ടത്തിന് പോലല്ല, ഇപ്പോൾ മീറ്ററൊക്കെ ഓഫാണ്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ലീഗൽ കംപ്ലൈൻസ് നമ്മൾ എപ്പോഴും നോക്കണം. ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഐ എം ജസ്റ്റ് ലെറ്റിംഗ് എവരിവൺ പാസ്. എല്ലാവരും പോയിക്കോട്ടെ, തിരക്കുള്ള ആൾക്കാരൊക്കെ പോയിക്കോട്ടെ, മനസ്സിലായില്ലേ? തിരക്കുള്ള ആൾക്കാരെല്ലാവരും പോയിക്കോട്ടെ, നോ ഇഷ്യൂസ്. Slow and steady wins the race. That's how it is. At least that's how it is for me. കാക്കനാട് പോകണം, അത് കഴിഞ്ഞിട്ട് പിന്നെ we are coming back to pick up Pavitra, and then after that we're going to Grand Hyatt. So the total distance we're going to cover today ഏകദേശം ഒരു 25-30 കിലോമീറ്റർ എന്തായാലും ഓടും വണ്ടി. Okay. Oh my god, amazing experience, I'm not gonna lie. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാല് നമ്മള് പാസഞ്ചേഴ്സിന് നല്ല കാറ്റ് കിട്ടും, പക്ഷെ നമുക്ക് ഇതിനകത്ത് കാറ്റെന്ന് പറഞ്ഞ സംഭവം ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതാണ്. കാരണം നേരെ മുമ്പില് വിൻസ്ക്രീൻ ഉള്ളത് കാരണം we can't really feel the wind. Okay, let's do an overtake. ചേട്ടാ നമസ്കാരം. Okay, let's hope we don't money shift. മണി ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡ്രാഗ് റേസസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനകത്ത് ഈ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ പോയിട്ട് അവർ പെട്ടെന്ന് ചിലപ്പോൾ ഫസ്റ്റ് ഗിയർ ഇടുന്നത്തേക്ക് അതിനാണ് മണി ഷിഫ്റ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. സോ ലെറ്റ്സ് ഹോപ്പ് ഐ ഡോണ്ട് മണി ഷിഫ്റ്റ് ദിസ് വെഹിക്കിൾ. പിന്നെ വേറൊരു കാര്യം കൂടെ എൻ്റെ അങ്കിൾ എന്നോട് പറഞ്ഞത്, നീ മുമ്പിലുള്ള ഡയമെൻഷൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നോക്കിയിട്ട് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി എന്തായാലും മുട്ടും. മുമ്പിൽ നിന്നുള്ള ഒരു 10 സെന്റിമീറ്റർ സൈഡിലോട്ട് അപ്പുറേ ഇപ്പുറേ നോക്കിയിട്ട് വേണം വണ്ടി പോയില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള. സോ വി ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഓൾസോ. ഇൻഡിക്കേറ്റർ ടു ദ ലെഫ്റ്റ്, ഗോയിങ് ലെഫ്റ്റ്. സോ അതാണ്. പിന്നെ വേറൊരു സംഭവമുള്ളത്, ഇതിനകത്ത് ഈ സൈഡ് മിറേഴ്സ് കാണാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ കുറ്റം പറയാമല്ലോ കേട്ടോ, ഞാൻ ശരിക്കും പറഞ്ഞാൽ
ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ കൊണ്ടുവരുന്നതിന്റെ കാരണം വെച്ചാൽ എല്ലാവർക്കും അയാൾ ഓട്ടോ ഡ്രൈവറാണ്, അയാൾക്ക് ഇങ്ങനെയാണ്. അത് വളരെ മോശമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക്, ഇല്ലേ? ഇതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പെക്ട് ചെയ്യണം ആൾക്കാരെ. ഇത് ഭയങ്കര എളുപ്പമുള്ള ഒരു തൊഴിലൊന്നും അല്ല, ടു ബി റിയലി ഓണസ്റ്റ് വിത്ത് യു. ഇതിന്റെ ഒരു ഫിസിക്കലി ഇറ്റ്സ് വേ ഹാർഡർ ദാൻ റൈഡിങ് എ സ്കൂട്ടർ, ഡ്രൈവിംഗ് എ കാർ. ഇനി നമുക്ക് അടുത്തത് വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കാം നെക്സ്റ്റ് ടൈം. ബട്ട് ഇതുവരെയും പക്ഷെ അതിനൊക്കെ ലീഗൽ കമ്പനി ബസ്സിന് ലൈസൻസ് ഒക്കെ പോയി എടുക്കണ്ടേ. അപ്പൊ അത് ഫോർ നൗ ലീഗലി കംപ്ലൈന്റ് ഉള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു. വിൽ ജസ്റ്റ് ഡു ഇറ്റ് ലൈക്ക് ദാറ്റ് ആൻഡ് we'll just let people overtake us. That's just the way it is. So നമുക്ക് ആക്ച്വലി ആമീനെ ഒന്ന് വിളിക്കണം. അതാണ് ഒരു സംഭവം ഉള്ളത്. We need to call ആമീൻ. നമുക്ക് വണ്ടി എവിടെയെങ്കിലും നിർത്തിയിടാം, എന്നിട്ട് ആമീനെ വിളിക്കാം. കാരണം അവൾ ഓട്ടോന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് പെട്ടെന്ന് സംഭവം മനസ്സിലാവും, ഇതുപോലെ നമ്മളിവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ. ശരി, കാണാൻ പോകുന്ന പൂരം കണ്ടറിയാം, ഇല്ലേ? That's how it should be. That's how it will be. ഇവൻ അങ്ങോട്ട് ഇവിടെ പിടിപ്പിച്ച് വെച്ചാൽ ഇവൻ തിരിച്ച് പുറകിലിട്ട് വീഴത്തില്ല. മുമ്പിലൊരു ചേച്ചി നിൽപ്പുണ്ട്, ചേച്ചി പോകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. Let's just wait for her to go. She's being very cautious. നല്ലതാണ്. It's better to be safe than to be sorry. ചേച്ചി കുറേ നേരം ആയി. Okay, she's slowly leaving, I guess. I'm just gonna wait for her to go. Okay, let's go then. Namaskaram. Okay, so ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ചില ഓട്ടോനകത്ത് ഫാൻ അവർ ഇവിടെ മുമ്പിൽ തന്നെ പിടിപ്പിച്ച് വെക്കുന്നതിന്റെ കാരണം. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ബിക്കോസ് ഇറ്റ്സ് റിയലി ഹോട്ട് ഇൻസൈഡ്, അല്ലേ? ദൈവമേ ദൈവമേ. ഇതിന്റെ ഡൈമെൻഷൻസ് എനിക്ക് ഏകദേശം ഒരു അവിടെ കൊടിയൊക്കെ വെച്ച് എന്തൊക്കെയോ പോകുന്നുണ്ടല്ലോ. ദൈവമേ, എന്താ സംഭവം? അതും നമുക്ക് അവരോട് ഇതൊരു ഹായ് ഒക്കെ പറയാം കിട്ടുവാണെങ്കിൽ. ലെറ്റ്സ് സീ. ഓക്കെ, ഓൾറൈറ്റ്. പാട്ടും കൂത്തൊക്കെ ആയിട്ട് അവർ നടക്കുവാണ്. ലെറ്റ്സ് സീ. Alright. The first overtake we did of a cop, and that's how it's gonna be. Yeah, that was fun. ഇനി ഫുട്ടേജ് നോക്കുമ്പോൾ അറിയാം അവർ നമ്മൾ നോട്ടീസ് ചെയ്തോ ഇല്ലേ എന്നുള്ളത്. സോ ഞാനിപ്പോൾ ലെഫ്റ്റ് റിസ്റ്റിൻ്റെ കാര്യമുള്ള പറഞ്ഞിട്ടുണ്ട്. അതായത് ഇറ്റ് ഹേർട്സ്, ചെറിയ വേദന ഉണ്ട്. പക്ഷെ അത് വേദന എന്താണ്, അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ പറയുമല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലാവണം ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ഇസ്. അത് ഹൈ ബീം ലോ ബീമാണ്. ലൈറ്റിനോട് വേറൊരു ബട്ടൺ. ഇതാണ് ഹെഡ് ലൈറ്റ്സ്. ലെറ്റ്സ് ഗോ. Okay, I missed a gear. But that's not too bad. Okay. അപ്പോൾ നമ്മുടെ മുമ്പിൽ നിന്നുള്ള അയ്യോ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ചെയ്താൽ മതിയായിരുന്നല്ലോ. നമുക്ക് എന്തായാലും ഡീസൽ അടിക്കണം. നമുക്ക് ഡീസൽ. ഓക്കെ, ഗോ ഹിയർ. സൈഡിൽ നിന്നുള്ള ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. പുറയിലുള്ള ആൾക്കാർ ഇനി ഹോൺ അടിച്ച് ബുദ്ധിമുട്ടിക്കുമോ എന്നുള്ളൊരു പേടി. ഓക്കെ, എൻജിൻ ബ്രേക്കിംഗ് ഒക്കെ നമ്മൾ പഠിച്ചു ഗൈസ്, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ലെറ്റ്സ് സീ. എവിടെയാ ഡീസൽ അടിക്കാൻ പറ്റുക? എവിടെയാണ് ഇതിൻ്റെ ഡീസൽ അടിച്ചത്? ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെ ആയിരിക്കാം. ഐ ബിലീവ് ഇറ്റ്സ് ഹിയർ. നമ്മുടെ ബ്രദർമാനാണ്, ബ്രോ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. സോ താങ്ക്സ് ചേട്ടാ. കാണാം. ടേക്ക് കെയർ. ഓക്കെ, ഇവനെ നമ്മൾ
പുഷ് ചെയ്ത് വേണമല്ലോ കൊണ്ടുപോകാനായിട്ട്. അല്ല അതിൻ്റെ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം ആദ്യം തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പേര്, നിങ്ങളെല്ലാവരും ഇവിടെ തന്നെയാണോ നാട്? ആണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സെറ്റപ്പ് വന്നിട്ട് ആൾക്കാരെ നോക്കുകയാണെങ്കിൽ എന്താ സംഭവം. അപ്പോൾ ചേച്ചി ചോദിക്കുകയാണ് വണ്ടിക്ക് വന്നൂടെ? ഓട്ടോന് പോകാമല്ലോ, ശരിയല്ലേ? ഓട്ടോന് ഒരു കുഴപ്പമില്ല, 3 വീലറിലുള്ളൂ, പക്ഷേ സംഭവം അടിപൊളിയാണ്. കറക്റ്റ് ഉണ്ടോ? യെസ്. പോക്കറ്റ് കേരള, ഇതാണ് നമ്മുടെ ഈ പമ്പിന്റെ മാനേജർ. ഇത് പമ്പിന്റെ, ഇത് ഏതാ പമ്പ് ശരിക്കും പേര്? ഇരുമ്പനം. അപ്പോൾ ഇരുമ്പനത്തുള്ള എല്ലാ സ്റ്റാഫിനും ശരിക്കും ഒരു ഷൗട്ട് ഔട്ട്. എല്ലാവരും അടിപൊളി മെമ്പേഴ്സാണ്. സോ യാ, നെക്സ്റ്റ്. ഏത് വണ്ടിയാണെങ്കിലും സഞ്ചരിക്കണം. നമുക്ക് ഇന്ന വണ്ടി അന്ന വണ്ടി ഒന്നുമില്ല, എല്ലാം നമ്മള് എല്ലാ വൈബും പിടിക്കണം നമ്മള്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോവാണ് കേട്ടാ. അപ്പോൾ ഞങ്ങൾ സാധാരണ ഡിന്നർ കഴിക്കാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ വീക്കെൻഡ് ആകുമ്പോൾ പോകാറുണ്ട്. ഏതാ? ഇല്ല അല്ല, വണ്ടി വിട്ടു പോകാനായിട്ട് എനിക്ക് അറിയണ്ടേ എങ്ങനെ വിട്ടു പോകണേന്നുള്ളത്. ലെജിറ്റിമസി ഫീൽ ചെയ്തോട്ടെ ആൾക്കാർക്ക്. ഐ മീൻ ഹെഡ്ലൈറ്റ്സ്, അതാണ് ഹെഡ്ലൈറ്റ്സ്. ഓൾറൈറ്റ്, ഓക്കെ. ഓക്കെ, ലെറ്റ്സ് ഗോ. കുറച്ച് കാറ്റ് കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഇപ്പോ സത്യം പറഞ്ഞാല്. പിന്നെ പ്രേക്ഷകർ കാണുന്ന ആൾക്കാർ ഇതേപോലെ ഹൈ ബീം ഇട്ട് ഓടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് നത്തിങ് ടു സേ ടു യു. നിങ്ങളോടൊന്നും പറയാനില്ല, ആകെ പറയാനുള്ളത് നന്നായിക്കൂടെ. നമ്മള് 4th ഗിയറിലാണ്. ഓക്കെ, ഇനിയും ഞാൻ വിചാരിക്കുന്നത് ഇനിയും ഗിയർ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ we're doing 40 kilometers an hour. ഞാൻ ഇതുവരെയും പോയേക്കുന്ന ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളൊരു സ്പീഡിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് can be done. Anyway, അവരോട് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ചുകൂടെ പീസ്ഫുൾ ആണ്. You know what I mean? കാരണം ഒരു കംഫർട്ട് ലെവൽ ഉണ്ടല്ലോ നമ്മുടെ. They're really close friends of mine. അപ്പോൾ അത്ര നല്ല സുഹൃത്തുക്കൾ എൻ്റെ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഒരു പീസ് ഓഫ് മൈൻഡ്. ഞാൻ എന്താണ് നിങ്ങളിപ്പോൾ എനിക്ക് വിചാരിക്കണം ദൈവം ഈ ചെക്കൻ്റെ കിളി പോയല്ലോ എന്ന്. നോ, നിങ്ങൾ ആദ്യം ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം എന്താണ്, അല്ല എത്രത്തോളം നല്ല എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. സോ യാ, നമുക്കിപ്പോൾ ഓർഗാനിക് ആയിട്ട് കുറച്ച് ആൾക്കാരെ ഫോളോവേഴ്സ് നമുക്ക് കിട്ടി. അവിടെ ഇപ്പോൾ ഫസ്റ്റ് കപ്പിൾ ഓഫ് എപ്പിസോഡ്സ് അല്ലേ ആയിട്ടുള്ളൂ. ഡോ വറി, ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. ഞാനിത് ഒരു പേഴ്സണൽ പ്രോജക്റ്റ് എന്നുള്ള രീതിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ആൻഡ് യാ, ലെറ്റ്സ് സീ. സോ യാ, അപ്പം നമുക്ക് ഒരു കുറച്ച് മുന്നേ അവിടെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്തിടാം. എന്നിട്ട് ആമി എന്തായാലും വിളിക്കുമല്ലോ. അങ്ങനെ വിളിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും രൂപം ചെയ്യാം. അവരുടെ റിയാക്ഷനാണ് എനിക്ക് കാണേണ്ടത്. അവര് എന്താണ് പറയാൻ പോകുന്നതെന്നാണ് ഐ ഹാവ് നോ ഐഡിയ. I don't think people realize what's going on, but we'll see. So this is the way we're trying to get the content shot and done. We'll see. അപ്പോൾ ഇവളുടെ വീട് ഏകദേശം ഇവിടെ അടുത്തെത്താറായി. ഇൻഡിക്കേറ്റർ ഇട്ടു. I think she'll immediately understand. Are you downstairs? Yeah, come down and give me a call. And stand down once you're downstairs, yeah? Okay, done. Stay down and give me a call.